വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 20-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം, ജ്ഞാനം, നീതി, ദൈവഭക്തി എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഉൾക്കൊള്ളുന്നു. മനുഷ്യൻ്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം തിരുവചനം. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. ദൈവഭക്തിയും നീതിയും ജീവിതത്തിൽ സമൃദ്ധിയും ബഹുമതിയും നൽകുന്നു എന്നതാണ് പ്രധാന സന്ദേശം. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം തിരുവചനം. 22-ാം അധ്യായം നല്ല പേരിൻ്റെ മൂല്യവും ജ്ഞാനത്തിൻ്റെ പ്രാധാന്യവും ദയയും നീതിയും വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയും വിശദീകരിക്കുന്നു. ബാല്യത്തിൽ ബാലനെ അവൻ്റെ വഴിയിൽ നടത്തുക, വൃദ്ധനായാലും അതിൽ നിന്ന് മാറിപ്പോവുകയില്ല. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 6-ാം തിരുവചനം. 23-ാം അധ്യായത്തിൽ ജീവിതത്തിലെ ആകർഷണങ്ങൾ, ധനലോഭം, മദ്യപാനം, ശിക്ഷ, ജ്ഞാനോപദേശം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൽകുന്നു. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക, എൻ്റെ മാർഗം അനുവർത്തിക്കുക. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 26-ാം തിരുവചനം. 24-ാം അധ്യായം ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം, ദുഷ്ടന്മാരോടുള്ള സമീപനം, നീതിയുള്ള ജീവിതം, കഷ്ടകാലത്തെ ധൈര്യം, സഹോദരാനുഭവം എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും, ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ്. സുഭാഷിതങ്ങൾ 24-ാം അധ്യായം 16-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.